نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا أما بعد فإن أصدق الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإذا قضيتم مناسككم فاذكروا الله كذكركم آباءكم أو أشد ذكرا فمن الناس من يقول ربنا آتنا في الدنيا وما له في الآخرة من خلاق ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أولئك لهم نصيب مما كسبوا والله سريع الحساب. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചരക്ഷിതാവായ പടച്ചറപ്പിന്റെ വിധിവിലൊക്കെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പടച്ചവനെ ഭയപ്പെട്ടുകൊണ്ട് അവന് വേണ്ടി ജീവിതം തത്വയോടുകൂടി ക്രമീകരിച്ചുകൊണ്ട് മുത്തക്കികളായി മുഅ്മിനുകളായി ജീവിക്കണേ എന്ന് എന്നോടെന്ന പോലെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു, പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുന്നു. أيها الناس إن فتنة المال خطيرة جدا، فعلى المسلم أن يحذرها ولا يغتر بماله. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണങ്ങളിൽ ഒന്നാണ് സമ്പത്ത് എന്നുള്ളത്. പലരും കരുതുന്നത് സമ്പത്ത് എന്നത് അള്ളാഹു നമ്മളോട് ഏറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നമ്മളോട് വല്ലാത്ത മഹബത്താണ്, അതുകൊണ്ടാണ് നമുക്ക് സമ്പത്ത് നൽകുന്നത് എന്ന് ചിലർ കരുതുന്നു. ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന വല്ലാഹു ഇൻദഹു അജ്റുൻ അലീം. നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ സമ്പത്തും പലപ്പോഴും നിങ്ങൾക്ക് ഫിത്നയാണ്, പരീക്ഷണമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ എന്താണോ ഉള്ളത് അതാണ് ഖൈറായിട്ടുള്ളത്. എവിടെയാണ് നിങ്ങൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട പ്രതിഫലം ലഭിക്കാൻ പോകുന്നത് എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. ഖുർആൻ പറയുന്നത് സമ്പത്ത് എന്നത് ഒരു ടൂൾ മാത്രമാണ്, ഒരു ഉപകരണം മാത്രമാണ്. അത് എവിടേക്കാണ് നമ്മളെ നയിക്കുന്നത്, കൊണ്ടുപോകുന്നത്
അതിനനുസരിച്ചാണ് നമുക്ക് പ്രതിഫലം ലഭിക്കുക. ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നതു ഉമ്മത്തി അൽമാൽ. എല്ലാ സമൂഹത്തിനും ചില പ്രത്യേക ഫിത്നകൾ ഉണ്ടാകും. എന്നാൽ എന്റെ ഉമ്മത്തിന്റെ ഫിത്ന എന്ന് പറയുന്നത് സമ്പത്താണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ കൽപ്പിച്ചത്. യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹികും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. നമ്മൾ സാധാരണ ജുമഅയിൽ ഓതുന്ന സൂറത്തുൽ മുനാഫിഖീന്റെ അവസാന ആയത്തുകളിൽ നമ്മൾ കണ്ടില്ലേ, വിശ്വാസികളെ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളുമൊന്നും അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് നിങ്ങളെ തടയാതിരിക്കട്ടെ. സമ്പത്ത് കാരണം, സന്താനങ്ങൾ കാരണം അള്ളാഹുവിന്റെ ഓർമ്മകളിൽ നിന്ന് ആരാണ് അകലുന്നത്, ആരാണ് പുറകോട്ട് പോകുന്നത്? അവരാകട്ടോ ഏറ്റവും വലിയ നഷ്ടകാരികൾ എന്നാണ്. അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ടത്, നമ്മുടെ കൈകളിലുള്ള സമ്പത്ത് അതൊരു നിഴൽ പോലെയാണ്, നീങ്ങിപ്പോകുന്ന നിഴലാണ്. അത് ചിലപ്പോൾ കൂടി വരും, ചിലപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കും, ഒരുപക്ഷെ തീരെ ഇല്ലാണ്ടായി പോവുകയും ചെയ്യും. അങ്ങനെ കൂടുകയും കുറയുകയും നീങ്ങിപ്പോവുകയും ചെയ്യുന്ന നിഴൽ പോലെയാണ് സമ്പത്ത് എന്നാണ് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ട് ചരിത്രങ്ങൾ ഖുർആൻ പറഞ്ഞു തന്നു. ഒന്ന് ഖാറൂനിന്റേതാണ്, മറ്റൊന്ന് സുലൈമാൻ നബിയുടേതാണ് അലൈഹിസ്സലാം. രണ്ടും വലിയ പണക്കാരായിരുന്നു, രണ്ടുപേരും വലിയ പണക്കാരായിരുന്നു. ഖാറൂനിന് സമ്പത്ത് കിട്ടിയപ്പോ ഖാറൂൻ പറഞ്ഞത് ഇന്നമാ ഉതീതുഹു അലാ ഇൽമിൻ ഇൻദി, അതൊക്കെ എന്റെ ഇൽമ കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ് എന്നാണ്. സ്വന്തമായി ഉണ്ടാക്കിയ ഒരു സെൽഫ് മെയ്ഡ് സിസ്റ്റം ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയതാണ് എന്ന് എന്റെ ബുദ്ധിയും എന്റെ അധ്വാനവും എന്റെ സ്ട്രാറ്റജിയും ഒക്കെയാണ് ഈ സമ്പത്തിന്റെ അടിസ്ഥാനമെന്നാണ് അങ്ങനെയുള്ള ആളുകൾ പറയുന്നത്. അവരുടെ മുമ്പിൽ പടച്ചവന് സ്ഥാനമില്ല. അവരുടെ വിജയം അത് അവരുടെ സ്വന്തം മിടുക്കാണ്. അവരെവിടെയെങ്കിലും പരാജയപ്പെട്ടാൽ അത് മറ്റാരുടെയെങ്കിലും കാരണങ്ങൾ കൊണ്ടാണ്. എന്റെ പിതാവാണ്, എന്റെ മാതാവാണ്, എന്റെ വേണ്ടപ്പെട്ടവരാണ്, എന്റെ ചുറ്റുമുള്ളവരാണ് എന്നിങ്ങനെ അവർ കുറ്റം പറയുകയും ചെയ്യുന്നു. എന്നാൽ എന്തെങ്കിലും നേടുമ്പോ അതൊക്കെ സ്വന്തം മികവ് കൊണ്ടാണ് എന്ന് അഹങ്കരിക്കുകയും ചെയ്യുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ബത്തഅ ബിഹി അമലുഹു ലം യുസ്രി ബിഹി നസബുഹു. ഒരാളുടെ കർമ്മങ്ങൾ അവനെ പിന്നിലാക്കിയാൽ, ഒരാളുടെ കർമ്മങ്ങൾ കാരണം അവൻ പിന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ അവന്റെ കുടുംബ മഹിമ അവനെ മുന്നിലേക്ക് എത്തിക്കില്ല. മൂസാ നബി അലൈഹിസ്സലാമയുടെ കുടുംബക്കാരനാണ് ഖാറൂൻ. അവൻ നാശത്തിന് വിധേയമാവുകയാണ് ചെയ്യുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മാണ് അബൂ ലഹബ്. ഒരു അധ്യായം തന്നെ തബ്ബത് യദാ അബീ ലഹബ് എന്ന് പറഞ്ഞുകൊണ്ട് അബൂ ലഹബിന്റെ പേരിൽ ഒരു അധ്യായം തന്നെ ഇറങ്ങുകയുണ്ടായി. കുടുംബ മഹിമ ഒരാളെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. അവന്റെ കർമ്മങ്ങൾ അവനെ പിന്നോട്ടാണ് കൊണ്ടുപോകുന്നതെങ്കിൽ എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഖാറൂന്റെ ചരിത്രം പറയുന്നിടത്ത്. എവിടെയാണ് ആളുകൾ മുന്നിലേക്ക് വരേണ്ടത്? ഇന്നഅക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളിൽ സമ്പത്തുള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ
സൗകര്യങ്ങൾ ഉള്ളവരാകട്ടെ ഇല്ലാത്തവരാകട്ടെ, ഏത് വിധത്തിലുള്ള ജീവിതം നയിക്കുന്നവരാണെങ്കിലും പടച്ചവന്റെ അടുക്കൽ ശ്രേഷ്ഠനാകുന്നത് ഇന്നാക്രമക്കും, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ലവരെന്നറിയാമോ? അത്ഖാക്കും, ഏറ്റവും കൂടുതൽ സൂക്ഷ്മതയുള്ളവരാരാണ് അവരാണ് നല്ലവരെന്നാണ് ഖുർആൻ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു പ്രവാചകനെയാണ് സുലൈമാൻ നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോ, സമ്പത്തുണ്ടാകുമ്പോ അദ്ദേഹം പറഞ്ഞത് ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അശ്കുറു അം അക്ഫുർ, ഇതെന്നെ പരീക്ഷിക്കാനാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ നന്ദിയാണോ ചെയ്യുന്നത്, നന്ദികേടാണോ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാനാണ്. സ്വന്തം ജീവിതത്തിലുള്ള ഒരുപാട് കഴിവുകൾ, ആ കഴിവുകളിലേക്കാളൊക്കെ ഉപരിയായി ജീവിതത്തിൽ എന്ത് കിട്ടിയാലും പടച്ചവന്റെ അനുഗ്രഹമാണ് തന്റെ കൂടെയുള്ളത്. ആ അനുഗ്രഹം കൊണ്ടാണ് താൻ ഈ നിലയിൽ എത്തിപ്പെട്ടത്. എന്റെ കഠിനാധ്വാനം, എന്റെ പരിശ്രമം, എന്റെ ചിന്ത, എന്റെ ബുദ്ധി അതല്ല, അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് എന്റെ കൂടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എത്തിപ്പെട്ടത് എന്ന് മനുഷ്യൻ മനസ്സിലാക്കണം. ഹജ്ജ് കഴിഞ്ഞു വരുന്ന ആളുകളുടെ കഥ പറയുന്നു സൂറത്തുൽ ബഖറയിലെ 200-ാമത്തെ വചനം മുതൽ. എന്താ അവിടെ പറയുന്ന അറിയാമോ? ഫൈദാ ഖളൈതും മനാസികകും ഫദ്കുറുല്ലാഹ കദിക്രികും ആബാഅകും ഔ അശദ്ദ ദിക്റ. ഹജ്ജിന്റെ കർമ്മങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലോട്ട് പുറപ്പെടുമ്പോ, കുടുംബത്തെ സംബന്ധിച്ച് ഓർമ്മിക്കുമ്പോ, അവരുടെ അടുക്കിലേക്ക് വരുമ്പോ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവുക, നിങ്ങൾ വിളിക്കുന്നത്, പറയുന്നത്, നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ച് മാത്രമായിരിക്കാം, വിഷയമായി മാത്രമായിരിക്കാം. നിങ്ങൾ ആലോചിക്കുന്നത് നിങ്ങളുടെ ബിസിനസ്സും നിങ്ങളുടെ ജീവിതത്തിന്റെ കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരികയാണ്. അത് മാത്രമായി പോകരുതേ എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. ആരെയാണ് ഓർമ്മപ്പെടുത്തുന്നത്? ഇന്നലെ വരേക്കും ദിക്റുല്ലാഹി, അള്ളാഹുവിന്റെ ദിക്റുകൾ മാത്രം ഉരുവിട്ട ഹാജിമാരോടാണ്. ഒരു ഉമ്മ പറ്റ കുഞ്ഞിനെ പോലെ തിരിച്ചു വരുന്ന ഹാജിമാരോടാണ് ഈ പ്രഖ്യാപനം. നിങ്ങൾ ഓർക്കണേ, നിങ്ങളുടെ പിതാക്കളെ ഓർക്കുന്നത് പോലെ, നിങ്ങളുടെ സൗകര്യങ്ങൾ ഓർക്കുന്നത് പോലെ, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ ഓർക്കുന്നത് പോലെ, അതിനേക്കാൾ കൂടുതലായി പടച്ചവരെ നിങ്ങൾ ഓർമ്മിക്കണേ എന്ന്. എന്നിപ്പോ ഖുർആൻ പറഞ്ഞു, ഫമിനന്നാസ് മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. ചില ആളുകൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ദുനിയാവിൽ ഞങ്ങൾക്ക് നന്മ നൽകണേ എന്ന് മാത്രമാണ്. അതിനപ്പുറം ഒന്നുമില്ല. ദിവ്യമായ സ്ഥലങ്ങളിലാണെങ്കിൽ പോലും, ദിവ്യമായ സ്ഥാനങ്ങളിലാണെങ്കിൽ പോലും പലപ്പോഴും മനുഷ്യൻ അവന്റെ സ്വന്തം ഇഷ്ടങ്ങൾ, അവന്റെ അഭിലാഷങ്ങൾ, ഭൗതികമായ അവന്റെ കാര്യങ്ങളാണ് അവൻ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയുന്ന ഭൗതിക ജീവിതത്തെ സംബന്ധിച്ച് മാത്രം ചിന്തിക്കുകയും അവിടെയുള്ള നന്മകൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വമാലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, അവർക്ക് ആഖിറത്തിൽ യാതൊരു ഓഹരിയും തന്നെ ഉണ്ടായിരിക്കുകയില്ല എന്ന് ഖുർആൻ പറയുന്ന അത്തരത്തിലുള്ള ആളുകളുടെ അവസ്ഥ ദയനീയമാണ്. പണം പോയാൽ അവന്റെ ലോകം അവസാനിക്കുകയാണ്. പണം വരുമ്പോ അവൻ ഭൂമിയിൽ അഹങ്കരിക്കുകയാണ്. പണമില്ലാതായാൽ അവന്റെ ലോകം അവസാനിക്കുന്നു. കടക്കണിയിൽ അകപ്പെട്ടാൽ അവന്റെ ജീവിതം അവൻ അവസാനിപ്പിക്കുന്നു. അവന്റെ സമ്പത്തുണ്ടായാൽ അഹങ്കരിക്കുന്നു. അത്തരത്തിലുള്ള ആളുകളാകരുതേ എന്ന് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, ഇന്ന റബ്ബക ഇന്ന ലിറബ്ബിക അലൈക ഹഖ്ഖാ വലിനഫ്സിക അലൈക ഹഖ്ഖാ വലിഅഹ്ലിക അലൈക ഹഖ്ഖാ ഫഅതി കുല്ലി ദീ ഹഖ്ഖിൻ ഹഖ്ഖഹു. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയുന്നു, നിനക്ക് നിന്നോട് ചില കടപ്പാടുകളുണ്ട്.
നിന്റെ റബ്ബിനോട് ചില ബാധ്യതകളുണ്ട്, നിന്റെ കുടുംബത്തോട് ചില ബാധ്യതകളുണ്ട്. നിന്റെ കാര്യങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം ഈ സമ്പത്ത് ഉപയോഗപ്പെടുത്തി റബ്ബിന്റെ മാർഗവും റബ്ബിന്റെ കാര്യങ്ങളും ഇവിടെ നടന്നു പോകണം. നിങ്ങളുടെ സമ്പത്തില്ലെങ്കിൽ റബ്ബിന്റെ കാര്യങ്ങൾ, റബ്ബിന്റേതായ വിഷയങ്ങൾ, ദഅവത്തിന്റെയും ദീനിന്റെയും ഒക്കെ വിഷയങ്ങളുണ്ട്. ആ റബ്ബിനുള്ള ബാധ്യതകൾ നീ നൽകേണ്ടതുണ്ട്. നിന്റെ കുടുംബത്തിന്, ആ കുടുംബം എന്ന് പറയുന്ന വിശാലമായ ആ കണ്ണികളെ കൂട്ടിടക്കി കൊണ്ടുപോകുന്നതിന് നിനക്ക് പലതും ചെയ്യാനുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ وقال رسول الله وسمع رسول الله صلى الله عليه وسلم هذا وقال صدق سلمان صدق سلمان. സൽമാൻ പറഞ്ഞത് എന്തുമാത്രം സത്യമാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് സംബന്ധമായി പ്രതിപാദിച്ചത്. അറിയുക, സമ്പത്ത് എന്ന് പറയുന്നത് പടച്ചവന്റെ പരീക്ഷണമാണ്. ആ സമ്പത്ത് നമുക്ക് ലഭ്യമാകുമ്പോ അതിനെ നന്ദി ചെയ്യാനുള്ള ബോധമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമെന്ന് പഠിപ്പിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? ഒരുപാട് പണം ചെലവഴിച്ച് ഹജ്ജിന് പോയി ഒരുപാട് ദിവസങ്ങൾ ചെലവഴിച്ച് പടച്ചവന്റെ അടുക്കലേക്ക് ഏറ്റവും കൂടുതൽ ഓടിയടുത്ത് ഒരു ഉമ്മമറ്റ കുഞ്ഞിനെ പോലെ തിരിച്ചു വരുന്ന സാഹചര്യത്തിലാണ് അവർ ഓർമ്മപ്പെടുത്തുന്നത്. എന്താണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്? അങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്. ഈ ലോകത്ത് നന്മ വേണം, പരലോകത്തിന് നന്മ വേണം. രണ്ടും കൂടെ ഒരുമിച്ചാണ് പ്രാർത്ഥനയുണ്ടാകേണ്ടത്. എന്നിട്ട് മുഖ്യമായ ലക്ഷ്യം പറയണം. ആ ലക്ഷ്യമാണ് സമ്പത്തുണ്ടാകുമ്പോ നമ്മുടെ മനസ്സിലുള്ളത്. അതെന്താ? നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. ആ ചിന്തയോടുകൂടിയായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്നാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഖഫ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി മുഹമ്മദിൻ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി ദുൽ ഫദ്ലി വൽ വഫ. അമ്മാ ബഅദ്. ഊസികും വഇയ്യാ സാനിയ ബിത്തഖ്വല്ലാഹ്. പടച്ചറബിന്റെ ദിലൊക്കെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് മുത്തഖികളായി മുഅ്മിനുകളായി ജീവിതം ക്രമീകരിക്കണേ എന്ന്, അള്ളാഹുവിനെ ഇഷ്ടപ്പെടും വിധം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണേ എന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു, പ്രത്യേകമായി വസിയത്ത് ചെയ്യുന്നു. وقال رسول الله صلى الله عليه وسلم فوالله ما الفقر أخشى عليكم ولكني أخشى عليكم أن تبسط الدنيا عليكم كما بسطت على من كان قبلكم فتنافسوها كما تتنافسوها وتهلككم كما أهلكتكم. നിങ്ങളിൽ ഞാൻ ദാരിദ്ര്യമല്ല ഭയപ്പെടുന്നത്, പൈസ ഇല്ലാണ്ടാകുന്ന, സൗകര്യങ്ങളില്ലാണ്ടാകുന്ന, സമ്പത്തില്ലാണ്ടാകുന്ന ഒരാളെ അല്ല ഞാൻ ഭയപ്പെടുന്നത്. അങ്ങനെയുള്ള സമൂഹത്തെ അല്ല ഞാൻ പേടിക്കുന്നത്. ഞാൻ പേടിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാശുണ്ട്, എന്ത് വേണമെങ്കിലും ചെയ്യാം, തോന്നിയത് മുഴുവനും പ്രവർത്തിക്കാം, എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ഏറ്റെടുത്തുകൊണ്ട് എവിടേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് പോകാം, നിങ്ങൾക്ക് തോന്നിയതൊക്കെ ആകാം. അതാണ് ഞാൻ ഭയപ്പെടുന്നത്. കഴിഞ്ഞ കാല സമുദായങ്ങൾ പലരും നശിച്ചത് അവരുടെ സമ്പത്ത് കാരണത്താലാണ്. എപ്പോഴാണ്, എങ്ങനെയാണ് നമ്മുടെ സമ്പത്ത് നമുക്ക് അനുഗ്രഹമാകുക, അതൊരു നിഅമത്തായി മാറുന്നത്? ഫിത്നയല്ലാത്ത ഒരു നിഅമത്തായി, ഒരു ബർക്കത്തായി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സമ്പത്തിനെ മാറ്റാൻ സാധിക്കുന്നത്? إذا صار مالك وسيلة لسد جوعة مسكين أو إنارة درب طالب علم فيكون المال نعمة وبركة. നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനും കൂടെ ഉപകരിക്കുന്നുണ്ടെങ്കിൽ, വിദ്യാഭ്യാസം നേടാൻ സാധിക്കാത്ത ഒരു പാവപ്പെട്ട കുഞ്ഞിന്
അവന്റെ വിദ്യാഭ്യാസം നേടാൻ ഉതകുന്ന വിധത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമ്പത്ത് അനുഗ്രഹീതമാകും. സമ്പത്ത് ഒരു വബാലായി മാറും. മാലല്ല, ആ മാലെന്ന് പറയുന്നത് നിങ്ങൾക്ക് നഷ്ടമായി മാറുന്ന ഒരു സന്ദർഭമുണ്ട്. അതെപ്പോഴാണെന്നറിയോ? ആ സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കുന്ന, കിബർ നടിക്കുന്ന, തോന്നുന്ന രൂപത്തിലൊക്കെയാണ് അവന്റെ സമ്പത്തിനെ വിനിയോഗിക്കപ്പെടുന്നതെങ്കിൽ അവിടെയാണ് അവന്റെ പരാജയം ഉണ്ടാവുക എന്നുകൂടെ നമ്മളധികം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് ശരിയായ വിധത്തിൽ നമുക്ക് ലഭ്യമാകുന്ന സൗകര്യങ്ങൾ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു തന്ന് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ സഹോദരങ്ങളുടെ, നമ്മുടെ മുന്നിൽ തന്നെ ഇരിക്കുന്ന നമ്മുടെ സഹോദരൻ മസൂദിന്റെ അണിയൻ ഇന്നലെ മരിച്ചിരിക്കുന്നു. മറ്റു പലരും തന്നെ നമുക്ക് വേണ്ടി, നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നു. അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات طيب سراهم واجعل الجنه مواهم. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين امين برحمتك يا ارحم الراحمين.